ഹലോ എവ്രി വൺ. ഇന്ന് രാവിലെ ഞങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പോകുകയാണ്. ഇതിപ്പോൾ തലയോലപ്പറമ്പ് വഴി പോവാണ്. അതിപ്പോൾ കണ്ടത് തലയോലപ്പറമ്പിലെ മാർക്കറ്റാണ്. ഞങ്ങളുടെ അവിടുന്ന് 45 മിനിറ്റ്സ് ഉണ്ട് ചോറ്റാനിക്കര അമ്പലത്തിൽ എത്താനായിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളൊരു 8:45 ഒക്കെ ആയപ്പോഴാണ് പുറപ്പെട്ടത്. ഇന്നിപ്പോൾ വെനസ്ഡേയുമാണ്. അപ്പോൾ നല്ല ക്ലിയർ സ്കൈ, മഴയൊന്നുമില്ല. അത് തന്നെ വലിയൊരു ഭാഗ്യം. കുടയെടുത്തിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മഴ എപ്പോൾ പെയ്യും എന്നുള്ളത്. അതുകൊണ്ട് കുടയൊക്കെ എടുത്ത് പ്രിക്കോഷണറി സ്റ്റെപ്സൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനും ഹസ്ബൻഡും ചേച്ചിയും കൂടിയിട്ടാണ് പോകുന്നത് അമ്പലത്തിലേക്ക്. ചോറ്റാനിക്കര അമ്പലത്തിൽ ഭഗവതിയാണല്ലോ ആദ്യ പരാശക്തി. രാവിലെ സരസ്വതി ആയിട്ട് പൂജിക്കും, ഉച്ചയ്ക്ക് ലക്ഷ്മി ദേവിയായിട്ടും വൈകുന്നേരം ദുർഗാദേവിയായിട്ടുമാണ് ആരാധിക്കുന്നത്. പിന്നെ അവിടെ ഉണ്ട ശർക്കര വഴിപാട് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഈ ഉണ്ട ശർക്കര വഴിപാട് ചെയ്യുന്നത് നല്ലതാണെന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു. അത് മുകളിൽ ചോറ്റാനിക്കര അമ്മയ്ക്കും കീഴ്ക്കാവിലും ചെയ്യുന്നത് നല്ലതാണ്. കീഴ്ക്കാവിൽ പിന്നെ ഗുരുതി പൂജയുമുണ്ട്. അപ്പോൾ അതും ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അമ്പലത്തിൽ പോയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5-6 വർഷത്തിൻ്റെ മുകളിലായി കാണും. അപ്പോൾ അങ്ങനെ എന്തായാലും നല്ല സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസം പോയി അമ്പലത്തിൽ തൊഴാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ മുന്നിൽ എത്തി. ഇതാണ് ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ മുൻവശം. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇറങ്ങി. കണ്ടില്ലേ ചോറ്റാനിക്കര ടെമ്പിൾ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ അകത്തേക്ക് കയറുമ്പോൾ പിന്നെ മൊബൈലൊന്നും എടുക്കാനായിട്ട് നമുക്ക് അലൗഡ് അല്ല. പിന്നെ അതുമല്ല, നമുക്ക് തോന്നുകയുമില്ല, നമ്മൾ പ്രാർത്ഥിക്കാനല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ മാത്രം ജാഥ എടുത്തു. ഇനിയിപ്പോൾ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ കയറിയിട്ട് നന്നായിട്ട് തൊഴാൻ പറ്റി. തിരക്കൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്ത് നന്നായിട്ടാണ് തൊഴാൻ പറ്റിയത്. മുകളിലും കീഴ്ക്കാവിലും പിന്നെ അയ്യപ്പസ്വാമി എല്ലാവരെയും നന്നായി തൊഴാൻ പറ്റി. പിന്നെ ശിവൻ ഉണ്ടായിരുന്നു, നാഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു നല്ല തിരക്കുണ്ടാകുമെന്ന്. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് തിരക്കുണ്ടെങ്കിലും നമുക്ക് ക്യൂവിലൊന്നും നിൽക്കാതെ തന്നെ നല്ല പോലെ ദർശനം കിട്ടി. മുകളിലും തൊഴുതു, കീഴ്ക്കാവിലും തൊഴുതു. അപ്പോൾ എന്തായാലും നല്ലൊരു സന്തോഷമുണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് ഒരു പോസിറ്റീവ് വൈബല്ലേ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ. അങ്ങനെ സന്തോഷമായിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ആ ഏരിയ തന്നെയാണ്. ഇനിയിപ്പോൾ തിരിച്ചതാ ഞങ്ങൾ തലയോലപ്പറമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മാറ്റങ്ങളുമൊക്കെ വന്നിട്ടുണ്ട് അമ്പലത്തിൽ. ഇപ്പോൾ സ്റ്റെപ്സ് ഇറങ്ങാനൊന്നും നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ പോയ സമയത്ത് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും അല്ല. ഇപ്പോൾ അതൊക്കെ അവർ റെനോവേഷൻ ചെയ്തിട്ട് ബുദ്ധിമുട്ട് കൂടാതെ നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സന്തോഷവും തോന്നി. എന്തായാലും ദൈവം അനുഗ്രഹിച്ച് മഴയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ദർശനവും ചെയ്യാൻ പറ്റി. അപ്പോൾ ഇന്ന് അങ്ങനെ അമ്മയുടെ അടുത്ത് നിന്ന് ചോറ്റാനിക്കര അമ്പലത്തിലേക്കാണ് പോയത്. അപ്പോൾ ഞാൻ പോയതാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തത്. അപ്പോൾ വീട്ടിലെത്തി ഇപ്പോൾ ചാമ്പങ്ങ കണ്ടപ്പോൾ അത് പറിച്ച് കഴിക്കാനൊരാഗ്രഹം തോന്നി. താഴെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ആർക്കും വേണ്ട അവിടെ ചാമ്പങ്ങ. അതുപോലെ കൊയ്യാക്ക മരവും ഉണ്ട്, പേരയ്ക്ക. അപ്പോൾ അവിടെ ചേച്ചി പൊട്ടിക്കുന്നുണ്ട് പഴുത്തത് നോക്കിയിട്ട്. അപ്പോൾ അമ്മ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ അമ്പലങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് പോകാൻ നമുക്ക് നല്ല അടുത്തായതുകൊണ്ട് നല്ല സന്തോഷമാണ്. അപ്പോൾ പോയിട്ട് വരാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തതാണ്. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.